തിരുസന്നിധിയിൽ ദൈവിക സാന്നിധ്യത്തിന്റെ ഉണർവാൽ പ്രഭാത നിമിഷങ്ങളെ അനുഗ്രഹീതപൂർണമാക്കാൻ പരിശുദ്ധ അമ്മയുടെ സ്വർഗീയ വഴികളിലൂടെ ബ്രദർ മാത്യു കുമരകം. എല്ലാ തിങ്കളാഴ്ചയും ബുധനാഴ്ചയും രാവിലെ 7 മണി മുതൽ 7:30 വരെ നിങ്ങളുടെ സ്വന്തം ലണ്ടൻ മലയാളം റേഡിയോ തിരുസന്നിധിയിൽ. എല്ലാ ചൊവ്വാഴ്ചയും വ്യാഴാഴ്ചയും രാവിലെ 7 മണി മുതൽ 7:30 വരെ ആത്മീയ വചനങ്ങൾ നിങ്ങളോടൊപ്പം പങ്കുവയ്ക്കാൻ ബ്രദർ ഷിജു തോമസ്. എന്നമ്മയെ ഓർക്കുമ്പോൾ മാതാവേ, നിന്നെ ഞാൻ ഓർക്കുന്നു മിഴിനീരോടെ. പ്രിയ സഹോദരങ്ങളെ, തിരുസന്നിധിയിൽ എന്ന ഈ ആത്മീയ ശുശ്രൂഷയിലേക്ക് പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തില് നിങ്ങളെല്ലാവരെയും ഒത്തിരി സ്നേഹത്തോടുകൂടി സ്വാഗതം ചെയ്യുന്നു. നിങ്ങളെല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ലണ്ടൻ മലയാള റേഡിയോയുടെ തിരുസന്നിധിയിൽ എന്ന ഈ ആത്മീയ ശുശ്രൂഷയിലെ വചനങ്ങളിലൂടെ, ഗാനങ്ങളിലൂടെ പുതിയൊരു ചൈതന്യം ഈ പ്രഭാതത്തില് എല്ലാവർക്കും ഉണ്ടാകട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ്. ഒരിക്കൽ കൂടി നിങ്ങളുമായിട്ട് ആയിരിക്കുവാന് ദൈവം തന്ന ഈ അവസരത്തെ ഓർത്ത് ഒത്തിരി സന്തോഷമുണ്ട്. ദൈവത്തിന് നമുക്ക് നന്ദി പറയാം. ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുവാൻ ആഗ്രഹിക്കുന്നത് ദൈവ പരിപാലനയില് എങ്ങനെ ആശ്രയിച്ച് ജീവിക്കുന്നവര് ആകുവാൻ സാധിക്കും എന്നുള്ളതാണ്. പ്രിയമുള്ള എന്റെ സുഹൃത്തുക്കളെ, സഹോദരങ്ങളെ, നമ്മളെല്ലാം ഈ ജീവിതത്തില് ഒത്തിരി ബിസി ആയിട്ട് ജീവിക്കുന്ന വ്യക്തികളാണ്. നമ്മൾ ജീവിക്കാൻ വേണ്ടി ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുന്ന വ്യക്തികളാണ്, ഓരോ ജീവിതങ്ങളാണ്. പ്രിയമുള്ളവരെ, ദൈവത്തിന്റെ വചനം ഇപ്രകാരം നമ്മോട് ചോദിക്കുകയാണ്: ഈ രാത്രിയിൽ നിന്റെ ആത്മാവിനെ നിന്നിൽ നിന്ന് ആവശ്യപ്പെട്ടാൽ നീ ഒരുക്കി വെക്കുന്നത് ആരുടേതാകും എന്ന്. നമ്മള് ദൈവത്തേക്ക് മറന്ന്, ദൈവത്തെ ഒന്നും വിളിക്കാനൊന്നും സമയമില്ലാതെ, മറ്റുള്ളവരുടെ കാര്യങ്ങളൊന്നും ശ്രദ്ധിക്കാതെ നമ്മുടെ സ്വന്തം വ്യക്തി ജീവിതത്തിന് വേണ്ടി ഓടുന്ന വ്യക്തികളാണെങ്കിൽ ദൈവം പറയുകയാണ്, നമ്മളിങ്ങനെ സമ്പാദിച്ച് കൂട്ടിക്കൊണ്ട് നമ്മുടെ ആത്മാവിനെ ഈ രാത്രിയിൽ ദൈവം വിളിച്ചാല് നാം കരുതി വെച്ചതൊക്കെ ആരുടേതാകും എന്ന് ചോദിക്കുകയാണ്. പലപ്പോഴും നാം ഇതൊന്നും ചിന്തിക്കാറില്ല. നമ്മള് ഈ ലോക ജീവിതത്തില് സമ്പത്തിന്റെ പുറകെയും മറ്റു കാര്യങ്ങളുടെ, ലോകത്തിന്റേതായ കാര്യങ്ങളുടെ പുറകെയൊക്കെ നാം ഇങ്ങനെ നിരന്തരം ഓടിക്കൊണ്ടിരിക്കുന്ന വ്യക്തികളാണ്. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തില് അല്പം ഒന്ന് റിലാക്സ് ഒക്കെ ചെയ്യുന്നത് നല്ലതാണ്. എപ്പോഴും ജോലി, പൈസ എന്ന ചിന്തയൊക്കെ വിട്ടിട്ട് ദൈവത്തെയൊക്കെ അറിഞ്ഞ് അല്പം റിലാക്സ് ഒക്കെ ചെയ്ത് കുടുംബമായിട്ടൊക്കെ ഇരുന്ന് കുഞ്ഞുങ്ങളുമായിട്ടൊക്കെ വർത്താനം പറഞ്ഞ് ഇരിക്കുവാനൊക്കെയുള്ള സമയം നമ്മുടെ വ്യക്തി ജീവിതങ്ങളില്, കുടുംബജീവിതങ്ങളില് ഒക്കെ നാം കണ്ടെത്തുന്നത് നല്ലതാണ്. പലപ്പോഴും നാം ഈ ലോകത്തിലായിരിക്കുമ്പോൾ നമ്മളൊന്ന് റിലാക്സ് ചെയ്യുവാന്, ഒന്ന് ജീവിക്കുവാനൊക്കെ മറന്നു പോകുന്നവരാണ് പലപ്പോഴും നമ്മളോരോരുത്തരും. പ്രിയമുള്ളവരെ, അങ്ങനെയുള്ള വ്യക്തികളാണ് ഇത് ശ്രവിക്കുന്നതെങ്കിൽ ഇനിയുള്ള നമ്മുടെ ജീവിതമെങ്കിലും ഈ ലോകത്തിലായിരിക്കുമ്പോൾ സന്തോഷത്തോടെ ഒന്ന് ആസ്വദിക്കുവാനൊക്കെ നമുക്ക് സാധിക്കണം. നാം നമ്മുടെ ജീവിതം ആസ്വദിക്കുമ്പോൾ അത് പാപം ആകരുത് എന്ന് മാത്രമേ ഉള്ളൂ. ദൈവത്തിന് നിരക്കാത്ത ആസ്വാദനങ്ങളിലൂടെയൊന്നും നാം കടന്നു പോകരുത് എന്ന് മാത്രമേ ഉള്ളൂ. നമ്മൾ സന്തോഷിക്കുന്നതുകൊണ്ടോ നമ്മുടെ ജീവിതം ഒന്ന് ആസ്വദിക്കുന്നതുകൊണ്ടോ ഒന്നും ദൈവം അതിനൊന്നും എതിരല്ല. അങ്ങനെ നമ്മൾ തെറ്റിദ്ധരിക്കരുത്. ദൈവത്തെ അറിഞ്ഞ വ്യക്തികൾക്ക് സന്തോഷിക്കേണ്ട, എന്റർടൈൻമെന്റ് ഒന്നും വേണ്ട എന്നൊന്നും നാം വിചാരിക്കുന്നത് ശരിയല്ല. പ്രിയമുള്ളവരെ, നമ്മള് പാപമാകാത്ത കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യുവാന് സാധിക്കും. കൈനീട്ടി നിൽക്കുന്ന യേശുനാഥ, എന്നെ വിളിക്കുന്ന യേശുനാഥ, സാദരമെന്നെ സമർപ്പിക്കുന്നു, തിരുമുൻപിലെന്നെ സമർപ്പിക്കുന്നു. ആനന്ദവും ആത്മദുഃഖങ്ങളും കാഴ്ചവയ്ക്കുന്നു ഞാൻ ബലിയിൽ. കൈനീട്ടി നിൽക്കുന്ന യേശുനാഥ, എന്നെ വിളിക്കുന്ന
യേശുനാഥ, സാദരമെന്നെ സമർപ്പിക്കുന്നു, തിരുമുൻപിലെന്നെ സമർപ്പിക്കുന്നു. മുന്നിൽ തിരുവോസ്തി മുന്നിൽ അനുതാപമോടിതാ നിൽപ്പൂ. അൾത്താരമുന്നിൽ തിരുവോസ്തി മുന്നിൽ അനുതാപമോടിതാ നിൽപ്പൂ. എൻ കൈകളെന്നും പാവനമാക്കൂ, ഹൃദയത്തിൽ എന്നും വസിക്കൂ. അനുഗ്രഹിക്കൂ നാദാവേഗം, കൈനീട്ടി നിൽക്കുന്ന യേശുനാഥ, എന്നെ വിളിക്കുന്ന യേശുനാഥ. ഞാനറിയാത്തൊരു ലോകത്തു നിന്നും കാരുണ്യം ചൊരിയും നാഥ, ഞാനറിയാത്തൊരു ലോകത്തു നിന്നും കാരുണ്യം ചൊരിയും നാഥ. എൻ മനക്കണ്ണാൽ ഇന്നു ഞാൻ കാണും ചൈതന്യമേറും നിൻ രൂപം. ഒരു നോക്കു കാണാൻ കനിയൂ, കൈനീട്ടി നിൽക്കുന്ന യേശുനാഥ, എന്നെ വിളിക്കുന്ന യേശുനാഥ, സാദരമെന്നെ സമർപ്പിക്കുന്നു, തിരുമുൻപിലെന്നെ സമർപ്പിക്കുന്നു. ആനന്ദവും ആത്മദുഃഖങ്ങളും കാഴ്ചവയ്ക്കുന്നു ഞാൻ ബലിയിൽ, കാഴ്ചവയ്ക്കുന്നു ഞാൻ ബലിയിൽ. നമ്മുടെയൊക്കെ ജീവിതങ്ങള് നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മുടെയൊക്കെ ജീവിതത്തിൽ എപ്പോഴും ആകുലതകളുണ്ട്, പ്രയാസങ്ങളുണ്ട്. ദൈവത്തിന്റെ വചനം ഇപ്രകാരം നമ്മോട് പറയുകയാണ്. ലൂക്കായുടെ സുവിശേഷം 12-ാം അധ്യായം 25-ാം വാക്യത്തിലൂടെ ദൈവം ഇപ്രകാരം നമ്മോട് പറയുകയാണ്, ആകുലരാകുന്നുകൊണ്ട് ആയുസിന്റെ ദൈർഘ്യം ഒരു മുഴം കൂടി നീട്ടുവാൻ നിങ്ങൾക്ക് ആർക്ക് സാധിക്കുമെന്ന്. പ്രിയമുള്ളവരെ, നമ്മള് ജീവിതത്തെ പറ്റി ഒത്തിരി ആകുലതപ്പെട്ടുകൊണ്ടോ പ്രയാസപ്പെട്ടുകൊണ്ടോ നമ്മുടെ ജീവിതത്തിന്റെ അല്ലെങ്കിൽ ആയുസിന്റെ ഒരു മുഴം കൂടി വർദ്ധിപ്പിക്കുവാനോ നീട്ടുവാനോ ഒന്നും നമുക്ക് സാധിക്കത്തില്ല. ദൈവം ഈ ലോകത്ത് ജീവിക്കുവാൻ വേണ്ടി തന്നിരിക്കുന്ന ഒരു സമയമുണ്ട്. ആ ഒരു സമയം കഴിയുമ്പോൾ ഈ ലോകവാസം അവസാനിക്കുകയാണ്. ആയതിനാല് നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും ആകുലപ്പെട്ടുകൊണ്ട് പ്രയാസപ്പെട്ടുകൊണ്ട് കഴിയാന് ദൈവം ആഗ്രഹിക്കുന്നില്ല. ദൈവം പറഞ്ഞു, നമ്മള് ദൈവത്തിന്റെ സൃഷ്ടികളാണ്. നമുക്ക് നമ്മുടെ സൃഷ്ടികർത്താവായ ദൈവത്തിന് അറിയാം നമ്മുടെ ആവശ്യങ്ങൾ. അതുകൊണ്ട് നാം ഒത്തിരി ആകുലപ്പെട്ടുകൊണ്ട് പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നുമില്ല. നമ്മൾ ടെൻഷൻ അടിച്ച് രോഗങ്ങളൊക്കെ വരുത്തി വെക്കാം,
അല്ലെങ്കിൽ ആ ടെൻഷൻ നമ്മുടെ കുടുംബങ്ങളിലൊക്കെ കൊടുക്കാം, നമ്മുടെ സമൂഹ ജീവിതത്തിലൊക്കെ കൊടുക്കാം എന്നതിലുപരി അതിൽ പ്രത്യേകിച്ച് ഗുണമൊന്നുമില്ല. നമ്മുടെ വ്യക്തി ജീവിതങ്ങളിലേക്കൊന്ന് തിരിഞ്ഞു നോക്കി ചില കാര്യത്തിലൊക്കെ നാം ഓവറായിട്ട് ടെൻഷനുകൾ എടുത്തു, ആകുലതപ്പെട്ടു. നമുക്ക് എന്തെങ്കിലും നേട്ടമുണ്ടായോ? എൻഡ് ഓഫ് ദി ഡേയിൽ നമുക്ക് മനസ്സിലാകും അത് സംഭവിക്കേണ്ട രീതിയിൽ തന്നെ സംഭവിച്ചു, ദൈവത്തിന്റെ പദ്ധതി അനുസരിച്ച് തന്നെ ക്രമീകരിക്കപ്പെട്ടു. ആയതിനാല് നാം ആകുലപ്പെടുന്നതിൽ വലിയ അർത്ഥമൊന്നുമില്ല. ദൈവപരിപാലനയിൽ ആശ്രയിച്ചുകൊണ്ട് നാം മുന്നോട്ട് പോകുമ്പോൾ, ദൈവത്തിന് പൂർണ്ണമായിട്ട് സമർപ്പിച്ചുകൊണ്ട് വിട്ടുകൊടുത്തുകൊണ്ട് നാം മുന്നോട്ട് പോകുമ്പോൾ നമ്മുടെ ജീവിതം സമാധാനമുള്ള സന്തോഷമുള്ളൊരു ജീവിതമായിട്ട് നമ്മുടെ ജീവിതം മാറ്റപ്പെടും. ദൈവത്തിന്റെ മുമ്പിലായിരിക്കുമ്പോൾ വിശ്വസ്തയോടുകൂടി നിൽക്കണമെന്ന് ദൈവം നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. നമ്മള് ഈ ലോകത്തില് ദൈവം എപ്പോഴും നമ്മൾ എന്താണ് ചെയ്യുന്നതെന്നെല്ലാം ഒബ്സർവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കാരണം ദൈവവും നമ്മളും തമ്മിലുള്ള ബന്ധം അതാണ്, ഒരു പിതാവ് പുത്ര ബന്ധമാണ്. നമുക്കറിയാം, നമുക്കൊക്കെ കുഞ്ഞുമക്കളുള്ളവർക്കറിയാം, ഒരു പിതാവായിരിക്കുന്ന ഞാന് എന്റെ മക്കളുടെ കാര്യങ്ങളിൽ ശ്രദ്ധാലുവാണ്. എപ്പോഴും എന്റെ കുഞ്ഞുങ്ങള് എന്താണ് ചെയ്യുന്നത് എന്ന് ഒബ്സർവ് ചെയ്യുന്നൊരു പിതാവാണ് ഞാന്. അവര് നല്ലതായിട്ട് വളരണം എന്നൊരു ആഗ്രഹമുള്ളതുകൊണ്ട് അവര് എന്തെങ്കിലും തെറ്റുകൾ ചെയ്യുമ്പോൾ അത് തിരുത്തുവാനും ശിക്ഷിക്കുവാനുമൊക്കെ അതുകൊണ്ട് തയ്യാറാകും. അതൊരു പിതാവിന്റെ കടമയാണ്. അത് ഒരു പിതാവ് പോലും അവരുടെ കുഞ്ഞുങ്ങൾ വഴിതെറ്റി പോവാൻ ആഗ്രഹിക്കുന്നില്ല. അതിനാല് ആ ഒരു ബന്ധത്തില് എപ്പോഴും നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ എന്താണ് ചെയ്യുന്നത്, അവരുടെ പ്രവൃത്തികൾ എന്താണ് എന്നൊക്കെ നമ്മൾ അവരെ ഒബ്സർവ് ചെയ്തുകൊണ്ടിരിക്കും. അതുപോലെയാണ് ദൈവവും. ദൈവം നമ്മെ ഏൽപ്പിക്കുന്ന ചെറിയ കാര്യങ്ങളൊക്കെ നാം ചെയ്യുന്നുണ്ടോ? ദൈവത്തിന്റെ മകളായിരിക്കുന്ന നമ്മെക്കുറിച്ച് ദൈവത്തിന് വലിയൊരു പദ്ധതിയുണ്ട്. ആ ദൈവത്തിന് നമ്മോട് വലിയ സ്നേഹമുണ്ട്. അതുകൊണ്ട് ദൈവം അതിന്റെ മകളായിരിക്കുന്ന നമ്മെ ഓരോരുത്തരെയും ദൈവം ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്, ഒബ്സർവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. തെറ്റ് ചെയ്യുമ്പോൾ തിരുത്തുന്ന ദൈവമാണ്. തെറ്റ് ചെയ്യുമ്പോൾ ചിലപ്പോൾ ശാസിച്ചെന്ന് വരും, അതൊന്നും തെറ്റില്ല. ദൈവത്തിന്റെ വചനം ഇപ്രകാരം പറയുന്നു. ലൂക്കായുടെ സുവിശേഷം 16-ാം അധ്യായം 10-ാം വാക്യത്തിലൂടെ ഇപ്രകാരം പറയുകയാണ്: ചെറിയ കാര്യത്തിൽ വിശ്വസ്തൻ വലിയ കാര്യത്തിലും വിശ്വസ്തനായിരിക്കും. ഈ ഭൂമിയിൽ എന്നെ നീ ഇത്രമേൽ സ്നേഹിപ്പാൻ ഞാനാരാണെന്നീശുവേ. ഈ ഭൂമിയിൽ എന്നെ നീ ഇത്രമേൽ സ്നേഹിപ്പാൻ ഞാനാരാണെന്നീശുവേ. പാപാന്ധകാരം മനസ്സിൽ നിറഞ്ഞൊരു പാപിയാണല്ലോ ഇവൻ. ഈ ഭൂമിയിൽ എന്നെ നീ ഇത്രമേൽ സ്നേഹിപ്പാൻ ഞാനാരാണെന്നീശുവേ. ശത്രുവാമെന്നെ പുത്രനാക്കിടുവാൻ ഇത്രമേൽ സ്നേഹം വേണോ? ശത്രുവാമെന്നെ പുത്രനാക്കിടുവാൻ ഇത്രമേൽ സ്നേഹം വേണോ? നീചനാമെന്നെ സ്നേഹിച്ച് പൂജ്യനായി മാറ്റിയല്ലോ. ഈ ഭൂമിയിൽ എന്നെ നീ ഇത്രമേൽ സ്നേഹിപ്പാൻ ഞാനാരാണെന്നീശുവേ. എന്നിൽ വീര്യം പകർന്നു നീ ധീരനായി മാറ്റിയല്ലോ. ഭീരുവാമെന്നിൽ വീര്യം പകർന്നു നീ
ധീരനായി മാറ്റിയല്ലോ. കാരുണ്യമേ നിൻ സ്നേഹവായ്പിന്റെ ആഴമറിയുന്നു ഞാൻ. ഈ ഭൂമിയിൽ എന്നെ നീ ഇത്രമേൽ സ്നേഹിപ്പാൻ ഞാൻ ആരാണെന്നീശോയേ. ഈ ഭൂമിയിൽ എന്നെ നീ ഇത്രമേൽ സ്നേഹിപ്പാൻ ഞാൻ ആരാണെന്നീശോയേ. പാപാന്ധകാരം മനസ്സിൽ നിറഞ്ഞൊരു പാപിയാണല്ലോ ഇവൻ. ഈ ഭൂമിയിൽ എന്നെ നീ ഇത്രമേൽ സ്നേഹിപ്പാൻ ഞാൻ ആരാണെന്നീശോയേ. സംഗീതം ആസ്വദിക്കാനാവാത്ത മനുഷ്യരുണ്ടോ? അതെ, സംഗീതം ഏതു മനസ്സുകളെയും ആർദ്രമാക്കുന്നു. താള സ്വരലയങ്ങളുടെ വിസ്മയ ലോകത്തേക്ക് അത് ശ്രോതാവിനെ കൂട്ടിക്കൊണ്ടുപോകുന്നു. അത് ഭക്തി തുളുമ്പുന്ന ആത്മീയ ഗീതങ്ങളാകുമ്പോഴോ എത്രയധികമാകും ശ്രോതാവിൻ്റെ അനുഭൂതി. അതെ, നിങ്ങൾ കാത്തിരുന്ന ആത്മീയത നിറഞ്ഞു തുളുമ്പുന്ന അതിസുന്ദര ഗാനങ്ങളുമായി ഇടയഗീതം. ആരാധനയ്ക്കേറ്റം യോഗ്യനായവനേ, നിങ്ങളുടെ ലണ്ടൻ മലയാളം റേഡിയോയിൽ എല്ലാ ഞായറാഴ്ചയും ഉച്ചയ്ക്ക് 12 മണി മുതൽ 1 മണി വരെ ഇടയഗീതം. ആരാധിക്കുമ്പോൾ വിടുതൽ, ആരാധിക്കുമ്പോൾ സൗഖ്യം, ആരാധിക്കുമ്പോൾ വിടുതൽ, ആരാധിക്കുമ്പോൾ സൗഖ്യം. ദേഹം ദേഹി ആത്മാവിൽ സമാധാനം സന്തോഷം ദാനമായി അവൻ നൽകിയിടും. ദേഹം ദേഹി ആത്മാവിൽ സമാധാനം സന്തോഷം ദാനമായി അവൻ നൽകിയിടും. മടുത്തുപോകാതെ പ്രാർത്ഥിക്കാം, വിശ്വാസത്തോടെ പ്രാർത്ഥിക്കാം. മടുത്തുപോകാതെ പ്രാർത്ഥിക്കാം, വിശ്വാസത്തോടെ പ്രാർത്ഥിക്കാം. നീതിമാന്റെ പ്രാർത്ഥന, ശ്രദ്ധയുള്ള പ്രാർത്ഥന ഫലിക്കും രോഗിക്ക് സൗഖ്യമായി. നീതിമാന്റെ പ്രാർത്ഥന, ശ്രദ്ധയുള്ള പ്രാർത്ഥന ഫലിക്കും രോഗിക്ക് സൗഖ്യമായി. യാചിപ്പിൻ എന്നാൽ ലഭിക്കും, അന്വേഷിപ്പിൻ കണ്ടെത്തും. യാചിപ്പിൻ എന്നാൽ ലഭിക്കും, അന്വേഷിപ്പിൻ കണ്ടെത്തും. മുത്തുവിൻ തുറക്കും സ്വർഗത്തിൻ കലവറ സ്ഥാപിക്കാൻ എത്രയോ നന്മകൾ. മുത്തുവിൻ തുറക്കും സ്വർഗത്തിൻ കലവറ സ്ഥാപിക്കാൻ എത്രയോ നന്മകൾ. എല്ലമ്മ ലണ്ടൻ മലയാളം റേഡിയോ ആസ്വദിക്കൂ, ആഘോഷിക്കൂ.
ചെറിയ കാര്യത്തിൽ അവിശ്വസ്തൻ വലിയ കാര്യത്തിലും അവിശ്വസ്തനായിരിക്കും എന്ന്. പ്രിയമുള്ളവരെ, ദൈവം ഇപ്രകാരം നമ്മെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ദൈവം ചില സമയത്ത് നമ്മളെ ഏൽപ്പിച്ച ചില ചെറിയ കാര്യങ്ങളൊക്കെ നാം ചെയ്യുന്നുണ്ടോ എന്ന് ദൈവം നമ്മെ ഒബ്സർവ് ചെയ്യും. ആ സമയത്ത് ചെറിയ കാര്യങ്ങൾ ചെയ്യുന്നവനെ മാത്രമേ ദൈവം വലിയ കാര്യങ്ങൾ ഏൽപ്പിക്കത്തുള്ളൂ. ദൈവത്തിന്റെ മുമ്പിൽ കമ്മിറ്റ്മെന്റ് ഇല്ലാത്ത, ദൈവത്തിന്റെ മുമ്പിൽ ഒരു തീഷ്ണതയോടുകൂടി പ്രവർത്തിക്കാത്ത ഒരു വ്യക്തിക്ക് ദൈവം വലിയ കാര്യങ്ങളൊന്നും ചെയ്യാൻ ഏൽപ്പിക്കത്തില്ല. അതിനാൽ പ്രിയമുള്ളവരെ, നമ്മെ ദൈവം ഫലമേൽപ്പിച്ചിരിക്കുന്ന ഉത്തരവാദിത്തങ്ങള്, ദൈവിക ശുശ്രൂഷകളൊക്കെ ഒത്തിരിയേറെ ആത്മാർത്ഥതയോടുകൂടി നാം ചെയ്യുമ്പോൾ ദൈവം നമ്മളെ ഉയർത്തും. ദൈവം വലിയ കാര്യങ്ങളിൽ നമ്മളെ ഉപയോഗിക്കും. ഞാനും നിങ്ങളുമൊക്കെ ദൈവത്തിന് മുമ്പിൽ ഒരു ഉപകരണം മാത്രമാണ്. പ്രിയമുള്ളവരെ, ദൈവം നമ്മളെ ഒരു ഉപകരണമായിട്ട് ഉപയോഗിക്കുകയാണ്. അപ്പോൾ നമ്മെ ഒക്കെ ദൈവം ഒരു ഉപകരണമായിട്ട് ഉപയോഗിക്കാൻ ആഗ്രഹിക്കുമ്പോൾ കൂടുതൽ വിശ്വസ്തയോടുകൂടി ദൈവീക പദ്ധതിയാണ് എന്ന് കരുതി നമ്മളൊക്കെ ദൈവം ഏൽപ്പിക്കുന്ന ദൗത്യങ്ങൾ ഏറ്റെടുത്ത് ചെയ്യുവാൻ തയ്യാറാവുമ്പോൾ നമ്മുടെ വ്യക്തി ജീവിതങ്ങൾ അനുഗ്രഹിക്കപ്പെടുകയാണ്, നമ്മുടെ കുടുംബജീവിതങ്ങൾ അനുഗ്രഹിക്കപ്പെടുകയാണ്, നമ്മുടെ നെക്സ്റ്റ് ജനറേഷനൊക്കെ അനുഗ്രഹിക്കപ്പെടുന്നതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കും. പ്രിയമുള്ളവരെ, അതിനാല് ദൈവം തന്നിരിക്കുന്ന കഴിവുകള്, ദൈവം തന്നിരിക്കുന്ന വരദാനങ്ങൾ ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് പൊതു നന്മയ്ക്ക് വേണ്ടി നാം ഓരോരുത്തരും പ്രവർത്തിക്കണം. ദൈവത്തെ സ്നേഹിച്ചുകൊണ്ട് ദൈവഹിതത്തിന് കീഴ്വഴങ്ങിക്കൊണ്ട് മനുഷ്യർക്ക് ഉത്കൃഷ്ടമായത് ദൈവദൃഷ്ടിയിൽ നികൃഷ്ടമാണ്. ആയതിനാല് മനുഷ്യനെ പ്രീതിപ്പെടുത്തുന്നതിന് പകരം ദൈവത്തെ പ്രീതിപ്പെടുത്തുന്ന രീതിയിൽ ജീവിക്കുവാൻ തക്കവണ്ണം നാം ഓരോരുത്തരും പരിശ്രമിക്കണം. നമ്മൾക്ക് എന്തെങ്കിലും ഈശോയ്ക്ക് ഇഷ്ടപ്പെടാത്ത കാര്യങ്ങൾ നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ അതിൽ നിന്നെല്ലാം പിന്മാറണമെന്ന് ഈശോ ആവശ്യപ്പെടുകയാണ്. ദൈവത്തിന്റെ ആത്മാവ് നമുക്ക് അങ്ങനെ ഒരു പ്രേരണ തരികയാണ്. ആയതിനാല് ഈശോയോട് ചേർന്ന് നിന്നുകൊണ്ട്, വിശ്വസ്തനായി നിന്നുകൊണ്ട്, ദൈവത്തിനോട് ചേർന്ന് ദൈവത്തിന്റെ ശിഷ്യനായിട്ട് ജീവിക്കുവാനുള്ള വലിയൊരു കൃപ നമ്മളിലേക്ക് ഒഴുകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. പരിശുദ്ധാത്മാവ് കൊണ്ട് എന്നെ ശ്രവിക്കുന്ന എല്ലാവരെയും നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ദൈവത്തിന്റെ ശക്തി ഈ ലോകം മുഴുവൻ വ്യാപരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ലോകം അരാജകത്വം നിറഞ്ഞ് മാറിക്കൊണ്ടിരിക്കുന്ന ഈ സമയത്ത് എങ്ങും സമാധാനമില്ലാത്തൊരവസ്ഥയിലൂടെയാണ് ഈ ലോകം കടന്നുപോകുന്നത്. ദൈവത്തിന്റെ വലിയൊരു സമാധാനം ഈ ലോകത്തിലേക്ക് കടന്നു വരുവാൻ വേണ്ടി നമുക്ക് ഒരുമിച്ച് കൈകോർത്ത് പ്രാർത്ഥിക്കാം. ദൈവമേ, അങ്ങേ സമാധാനം, അങ്ങേ പരിശുദ്ധാത്മാവിനെ ഈ ലോകം മുഴുവൻ അയക്കണമേ. ഞങ്ങളുടെ അധികാരികളിലേക്ക് അങ്ങേ പരിശുദ്ധാത്മാവിനെ അവിടുന്ന് അയക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. കർത്താവായ യേശുവെ, സമാധാനമുള്ളൊരു ലോകം കെട്ടിപ്പടുക്കുവാൻ തക്കവണ്ണം ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, എല്ലാ മക്കളുടെ മേലും അങ്ങേ പരിശുദ്ധാത്മാവ് കൊണ്ട് നിറയ്ക്കപ്പെടണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, തിരുരക്തത്താൽ ഞങ്ങളെ ഓരോരുത്തരെയും കഴുകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങേക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഈ ലോകത്ത് ആയിരിക്കുവാന്, ജീവിക്കുവാനുള്ള വലിയ കൃപ യേശുവെ ഞങ്ങൾക്ക് ഓരോരുത്തർക്കും തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഞങ്ങളുടെ മേലെ കരുണയായിരിക്കണമേ. കർത്താവെ, ഞങ്ങൾക്ക് കുറവുകളുണ്ടപ്പാ, ഞങ്ങൾക്ക് ബലഹീനതകളുണ്ട് ദൈവമേ. ആ ബലഹീനയുടെ മധ്യത്തില് കർത്താവെ ഞങ്ങളോട് ദൈവമേ നീ കരുണയായിരിക്കണമേ. യേശുവെ, നിന്നോടൊപ്പം ആയിരിക്കുവാന്, നിന്നെ പ്രതി ജീവിക്കുവാന്, നിന്നുള്ള വിശ്വാസത്തില്, നിന്നുള്ള സ്നേഹത്തില് ഉറച്ചു നിൽക്കുവാന് ഉള്ള വലിയ കൃപ ദൈവമേ നീ തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവം തമ്പുരാൻ നമ്മളെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. നല്ലൊരു ദിവസം കൂടി ഞാൻ ആശംസിക്കുകയാണ്. എല്ലാം അങ്ങേ മഹത്വത്തിനായി, എല്ലാം അങ്ങേ പുകഴ്ചയ്ക്കുമായി തീർന്നിടണമേ പ്രിയനേ. തിരുനാമമുയർന്നിടട്ടെ. എല്ലാം അങ്ങേ മഹത്വത്തിനായി, എല്ലാം അങ്ങേ പുകഴ്ചയ്ക്കുമായി തീർന്നിടണമേ പ്രിയനേ. തിരുനാമമുയർന്നിടട്ടെ.
ചെയ്യുവാൻ എന്നിൽ നിൻ സ്വഭാവം പകരണമേ. ദിവ്യ തേജസ്സാലെന്നെ നിറയ്ക്കണമേ. എന്നിൽ നിൻ സ്വഭാവം പകരണമേ. ദിവ്യ തേജസ്സാലെന്നെ നിറയ്ക്കണമേ. എല്ലാം അങ്ങേ മഹത്വത്തിനായി, എല്ലാം അങ്ങേ പുകഴ്ചയ്ക്കുമായി തീർന്നിടേണമേ പ്രിയനേ. തിരു